നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ ഇടമുലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചട്നിയാണ്, ടൊമാറ്റോ ഗാർലിക് ചട്നി. അപ്പോൾ ഈ ഒരു ചട്നിയുടെ സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഇത് നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ചട്നി എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി നല്ല ചൂട് കട്ടിയുള്ളൊരു പാൻ എടുക്കുക. ഈ ഒരു ചട്നി കുറച്ച് സ്പെഷ്യലാണ്. സാധാരണ നമ്മൾ ചട്നി ഉണ്ടാക്കുമ്പോൾ പൊട്ടുകടലയല്ലേ സാധാരണ ചേർക്കാറ്. അപ്പോൾ ഇതിൽ ഞാൻ ചേർക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. 5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ എണ്ണയൊന്നും ചേർക്കാതെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക, അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഉഴുന്നുപരിപ്പിൻ്റെ പച്ച ചൊവയൊന്ന് മാറണം, അതുപോലെ തന്നെ ഇതിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറി വരണം. ഈ ഒരു സ്റ്റേജ് എത്തണം. അപ്പോൾ അറൗണ്ട് ഒരു 1 മുതൽ 1.5 മിനിറ്റ് എന്തായാലും എടുക്കും. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ആ സെയിം പാനിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 5 ടീസ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. 15 വറ്റൽമുളകാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ എരിവുള്ള വറ്റൽമുളകാണ്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറ്റൽമുളക് ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത്, എന്നാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ ഒരു ചട്നി തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണ തന്നെ എടുക്കണേ. നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും നല്ലെണ്ണ വളരെ നല്ലതാണ്. അങ്ങനെ ഇതേ മുളക് ഏതാണ്ടൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം. ഇനി ഇതും പ്ലേറ്റിലോട്ട് മാറ്റാം. വറ്റൽമുളക് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മളിവിടെ ടൊമാറ്റോ ഗാർലിക് ചട്നിയാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചേറെ വെളുത്തുള്ളി ആവശ്യമായിട്ടുണ്ട്. 20 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെളുത്തുള്ളി 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതായത് വെളുത്തുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണം. ഇതിപ്പോൾ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 20 വെളുത്തുള്ളി എടുത്തത്. ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 25 മുതൽ 30 വെളുത്തുള്ളി വരെ ചേർക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് ചെറിയുള്ളി ആവശ്യമായിട്ടുണ്ട്. ഒരു 15 ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ചെറിയുള്ളിയുടെ കളർ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതും 1 മിനിറ്റ് എടുക്കും കേട്ടോ, നന്നായിട്ടൊന്ന് കളർ മാറി കിട്ടാനായിട്ട്. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ നമ്മൾ നല്ലെണ്ണയിൽ വഴറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ നാൾ കേടാവാതിരിക്കും. പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചട്നിക്ക്. ഇനി അടുത്തായിട്ട് 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ എടുക്കുമ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ വലിയ പീസായാലും മതിയാവും. ഇനി ഇതും ആ സെയിം എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ ചേർക്കുമ്പോൾ എണ്ണ നല്ല ചൂടാണ്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കെയർഫുള്ളായിരിക്കണേ. ഇനി ടൊമാറ്റോ ഒരു 3 മുതൽ 4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇതിൽ ചേർക്കുന്ന ടൊമാറ്റോ കുറച്ച് നല്ല പഴുത്ത ടൊമാറ്റോ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കുക. ഇപ്പോൾ നോക്കുന്നുണ്ട് ടൊമാറ്റോയുടെ ആ സ്കിന്നൊക്കെ ഇളകി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. ഇനി ഇതും നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ ടൊമാറ്റോയും പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ചട്നിയിലൂടെ സെർവ് ചെയ്യുന്നത് ദോശയാണ്. നല്ല ദോശക്കല്ലിൽ കുറച്ച് നല്ലെണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ദോശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് വയ്ക്കാം. ഇനി അടുത്തായിട്ട് കുറച്ച് വാളൻപുളിയാണ് ചേർക്കുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള വാളൻപുളി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചൂടി കിടന്ന് തന്നെ ഈ പുളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. പുളി ഇടുമ്പോൾ അതിൽ കുരു ഉണ്ടെങ്കിൽ മാറ്റണം കേട്ടോ. അത് മാറ്റിയിട്ടാണ് നമ്മൾ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം, അത്രയേ ആവശ്യമായിട്ടുള്ളൂ. പുളി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ സെയിം പ്ലേറ്റിലോട്ട് തന്നെ മാറ്റാം. അങ്ങനെ ചട്നി ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷമാണ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇത് അരയ്ക്കുമ്പോൾ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ടൊമാറ്റോയിലും ഉള്ളിയിലും ആ ചെറിയൊരു വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചട്നിയുടെ ഒരു കൺസിസ്റ്റൻസി ഇതാട്ടോ, കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി കുറച്ച് ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അതനുസരിച്ച് ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുതേ. നമുക്ക് താളിച്ചും കൂടി ചേർക്കാം.
താളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ പേർക്ക് ഇഷ്ടമുള്ളൊരു പാനാട്ടോ. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന്. പക്ഷേ ഇത് കുറേ മുന്നേ വാങ്ങിച്ചിട്ടുള്ളൊരു പാനാണ്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ചേർക്കാം, കറിവേപ്പില, മുളക് അളിച്ചത് ചൂടോട് കൂടി തന്നെ നമ്മുടെ ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കാം. ആവി പറക്കുന്ന ദോശ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചട്നിയുടെ ചേർത്തൊന്ന് കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ ഇത് ദോശ ഇഡ്ഡലിയുടെയൊക്കെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അത് മാത്രമല്ല നമുക്ക് ചപ്പാത്തി ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഇന്നത്തെ ചട്നി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്